പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. 7 തലമുറയ്ക്ക് ഇരുന്നുണ്ണാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ശങ്കുണ്ണി നായർ. എന്നാലും ആർത്തി തീരില്ല. ഉണ്ണിയുടെ കുളിയും അത്താഴവും കഴിയും വരെ കാത്തിരിക്കാനും മടിയുണ്ടായില്ല ശങ്കുണ്ണി നായർക്ക്. വേലുക്കുറുപ്പിൻ്റെ വൻ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം ഭാര്യയ്ക്കും 3 മക്കൾക്കുമായി 4 ഭാഗം കിട്ടാൻ വേണ്ടി എന്നോ എല്ലാവരും ഉപേക്ഷിച്ച മരുമക്കത്തായ സമ്പ്രദായ രീതിയിൽ സ്വത്ത് ഭാഗിക്കണമെന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത്. ഉണ്ണി മധ്യസ്ഥം വഹിക്കണമെന്ന്. 10-20 വർഷമായി സ്വത്തെല്ലാം നോക്കി നടത്തിയിരുന്ന ശ്രീധരനും സുഖുവിനും പോലും കുറച്ചെന്തെങ്കിലും കൊടുത്താൽ മതി എന്നാണ് ശങ്കുണ്ണി നായരുടെ അഭിപ്രായം. കാരണം അവർക്കൊക്കെ ആവശ്യത്തിന് വേലുണ്ണിയേട്ടൻ മുമ്പേ കൊടുത്തിട്ടുണ്ടത്രേ. ഇത്ര നാൾ കഷ്ടപ്പെട്ടതിനൊന്നും പ്രതിഫലം കൊടുക്കാൻ ശങ്കുണ്ണി നായർ തയ്യാറല്ല. കാരണം വേലുണ്ണിക്കുറുപ്പിൻ്റെ മരുമകളാണ് ശങ്കുണ്ണി നായരുടെ ഭാര്യ. സൂക്ഷിച്ചൊക്കെ സ്വത്ത് ഭാഗം വെച്ചില്ലെങ്കിൽ കേസും കൂട്ടമൊക്കെ പിന്നീട് ഉണ്ടായേക്കും, കോടതി കയറേണ്ടി വരും എന്ന് അയാൾ പറയാതെ പറയുന്നുണ്ട് ഉണ്ണിയോട്. വായിക്കാം 4-ാം അധ്യായം. ഇനി എന്താന്ന് വെച്ചാൽ സൗകര്യമായിട്ട് പറയാം. കൃഷ്ണനുണ്ണി ശങ്കുണ്ണി നായർക്കെതിരെ ഇരുന്നു. ഇത്രയും നേരം കാത്തിരുത്തിയത് ക്ഷമിക്കണം, അതൊന്നും സാരമില്ല. ശങ്കുണ്ണി നായർ പച്ച ചിരി ചിരിച്ചു. കുട്ടി കിടന്നോ? ഇല്ല, എന്തോ കോമിക്ക് വായിക്കുകയാണ്. ഞാൻ ചെന്ന് കഥ പറഞ്ഞു കൊടുത്ത ശേഷമേ ഉറങ്ങൂ. പിന്നെ ശങ്കുണ്ണി നായർക്ക് കുടിക്കാനൊന്നും വേണ്ടാന്ന് തീർച്ചയാണോ? ഉണ്ടാക്കാൻ പ്രയാസമൊന്നുമില്ല. ഒന്നും വേണ്ട, ഊണേ വേണമെന്ന് തോന്നണില്ല. എന്നാൽ ശരി, പിന്നെ എന്താ വന്ന കാര്യം? കാര്യമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഈ നേരത്ത് വരില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ കാര്യമൊന്നുമില്ല. ശങ്കുണ്ണി നായർ സോഫായിലൊന്ന് ഇളകിയിരുന്നു. മറ്റേ കാര്യത്തിലെ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്ന് അറിയാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ച പോയേ പിന്നെ ഞാനിങ്ങോട്ട് വരേണ്ടായില്ല. പ്രോഗ്രസ് എന്ന് പറയാൻ വിശേഷിച്ചൊന്നുമില്ല. കരുണൻ കാര്യങ്ങളൊക്കെ എന്നോട് സൂചിപ്പിച്ചിരുന്നു. ഞാൻ ശ്രീധരനോടും വേലുണ്ണിക്കുറുപ്പിനോടും സൂചിപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഇതൊക്കെ കുറച്ച് സാവധാനത്തിലല്ലേ ആലോചിക്കാനും സംസാരിക്കാനും പറ്റൂ. എടിപിടിയുന്ന എന്തെങ്കിലും ചെയ്തിട്ട് കുഴപ്പമായാൽ മോശമല്ലേ? അതെ, അതും വേലുവേട്ടനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഒരു പ്രത്യേക ടൈപ്പ്. മിസ്റ്റർ ഉണ്ണിയെപ്പോലെ ഒരാൾക്ക് ശരിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. മിസ്റ്റർ ഉണ്ണിയാണെങ്കിൽ വേലുവേട്ടന് വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ കരുണനോട് സജസ്റ്റ് ചെയ്തത് മിസ്റ്റർ ഉണ്ണിയോട് സംസാരിക്കാൻ. സത്യം പറഞ്ഞാൽ ഓപ്പോൾക്ക് അത്ര സമ്മതം ഉണ്ടായിരുന്നില്ല. ഞാനാണ് നിർബന്ധിച്ചത്. ഓഹോ, അപ്പം മിസ്റ്റർ ശങ്കുണ്ണി നായരാണ് എന്നെ ഈ പുലിവാലി പിടിപ്പിച്ചതല്ലേ? ഉണ്ണി ചിരിച്ചു. കരുണനാന്ന് വിചാരിച്ച് ഞാൻ മൂപ്പരെ ശപിക്കായിരുന്നു. ശങ്കുണ്ണി നായർ വീണ്ടും പച്ച ചിരി ചിരിച്ചു. ഉണ്ണിയും ചിരിച്ചു. ആ ചിരിയുടെ പിന്നിൽ പക്ഷേ പുച്ഛമായിരുന്നു. ഇങ്ങനെ ഭാവഭേദമില്ലാതെ മുഖത്തു നോക്കി നുണ പറയാൻ എങ്ങനെ കഴിയുന്നു ഈ മനുഷ്യന്? അല്ലെങ്കിൽ മനസാക്ഷിക്കുത്തില്ലാതെ തരത്തിന് വർത്തമാനം പറയാനുള്ള കഴിവാണല്ലോ ശങ്കുണ്ണി നായരെ പോലെയുള്ളവരുടെ കൈമുതലും ആയുധവും. ഇതിലെന്താ ഇത്ര വലിയ പുലിവാല്? അഥവാ ഉണ്ടെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. കുറച്ച് സഹിക്കൂ. ശങ്കുണ്ണി നായർ ചിരി അടക്കി. മുന്നോട്ട് ആഞ്ഞിരുന്ന് ഗൗരവഭാവത്തെ തുടർന്നു. പിന്നെ ഒന്നുണ്ട് മിസ്റ്റർ ഉണ്ണി, ഇതത്ര ചില്ലറ കാര്യമില്ല. വേലുണ്ണിയേട്ടന് കണ്ടമാന സ്വത്തുണ്ട്. എത്രയുണ്ടെന്ന് കൃത്യമായ കണക്ക് വേലേട്ടൻ്റെ കയ്യിൽ തന്നെ ഉണ്ടോയെന്ന് സംശയമാണ്. ആ നിലയ്ക്ക് അതൊക്കെ പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പങ്കുവെക്കാതെ പറ്റില്ലേനും. എന്താന്ന് വെച്ചാൽ വേലുവേട്ടന് പ്രായമായി, സുഖമില്ല, മനുഷ്യാവസ്ഥയല്ലേ. ഇനി എന്താന്ന് പറഞ്ഞൂടല്ലോ. ഇപ്പോഴാണെങ്കിൽ വേലുവേട്ടന് നല്ല ഓർമ്മശക്തിയും തൻ്റെ ഇടവും ഉള്ള സമയമാണ്. അപ്പൊ പിന്നെ ഇപ്പോഴേ ചെയ്തു വെക്കല്ലേ നല്ലത്. പങ്കുവെക്കണം എന്ന് വന്നാൽ പിന്നെ അതിന് പറ്റിയ ഒരാൾ വേണമല്ലോ. പഴക്കവും തഴക്കവും കഴിവും മാത്രമല്ല, സത്യസന്ധതയും നിഷ്പക്ഷ മനോഭാവവും ഉള്ള ആളാവണം. എല്ലാവർക്കും, പ്രത്യേകിച്ച് വേലുവേട്ടന് വേണ്ടപ്പെട്ട ആളാവണം താനും. ഈ ക്വാളിഫിക്കേഷൻസ് എല്ലാം തികഞ്ഞിട്ട് മിസ്റ്റർ ഉണ്ണി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിടിച്ച പിടിയിൽ നിന്നത്. കരുണനും അത് തന്നെ പറഞ്ഞു. രാവുണ്ണിയേട്ടനും സന്തോഷമായി. ഇനി എന്താന്ന് വെച്ചാൽ ഏറ്റ കാര്യം മിസ്റ്റർ ഉണ്ണി വേഗം തന്നെ. ഞാനെങ്ങനെ ഏറ്റിട്ടൊന്നുമില്ല. കരുണൻ പറഞ്ഞത് ശ്രീധരനോടും
വേലുണ്ണിക്കുറുപ്പിനോടും പറയാമെന്നേ ഏറ്റിട്ടുള്ളൂ. മധ്യസ്ഥനാവാനൊന്നും ഞാനില്ല. മധ്യസ്ഥൻ എന്നുള്ള നിലയ്ക്ക് വേണ്ട, എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് മതി. അല്ല, ഞാൻ ചോദിക്കട്ടെ, വേറെ ആരാ പറ്റിയ ആളുള്ളത്? ആരുമില്ല. മുഖസ്തുതി പറയാണെന്ന് കരുതരുത്. മിസ്റ്റർ ഉണ്ണി പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്ത് കവച്ചു വെക്കാൻ കെടാകടക്കാര് ആരെങ്കിലും ഉണ്ടായിരുന്നോ? രമണിയെ പോലുള്ളവർ പോലും തലകുലുക്കിയിരുന്നു എന്ന് എനിക്കറിയാം. ആ കഥയൊക്കെ എന്തിനാ ഇപ്പോ? അതല്ല, പറയുമ്പോൾ കാര്യത്തിന്റെ എല്ലാ വശങ്ങളും നോക്കണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, കഴിവ്, സത്യസന്ധത, നിഷ്പക്ഷത, അതാണ് സത്യം. അതാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ പ്രധാനം. നാട്ടിലൊക്കെ കേട്ടിട്ടില്ലേ, മധ്യസ്ഥനായിട്ട് വരുന്നവര് സ്വന്തം കീശ നിറയ്ക്കും. അങ്ങനെ ഡസൻ കണക്കിന് തറവാടുകൾ പൊളിച്ചിട്ടുള്ളവരെ എനിക്കറിയാം. ഞങ്ങളുടെ തറവാട്ടിന്റെ കഥ തന്നെ എടുത്തു നോക്കൂ. എൻ്റെ കുട്ടിക്കാലത്ത് എന്തായിരുന്നു സ്ഥിതി? കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് കുന്നുകുന്നായിട്ട് കളത്തിൽ കൂമ്പാരം കൂട്ടാറുള്ളത് ഇപ്പോഴും കണ്ണിൽ അങ്ങനെ കാണുന്നു. ഓരോ തവണ തെങ്ങ് കയറുമ്പോഴും പടിഞ്ഞാറേ മുറ്റത്തൊരു മലയാണ്. നാലുകെട്ടിന്റെ ഇറയത്ത് നിന്നൊരു വിളി വിളിച്ചാൽ അങ്ങേയറ്റത്ത് കേൾക്കില്ല. വില്ലുവെച്ച കുതിരവണ്ടിയിലാണ് അമ്മാവൻ നടക്കുക. അമ്മയും വല്യമ്മയും പിന്നുള്ള സ്ത്രീകളും കൈത്തണ്ട വണ്ണത്തിലുള്ള സ്വർണ്ണപ്പണ്ടം കെട്ടിയിട്ടാ അമ്പലത്തിൽ തൊഴാൻ പോകാറുള്ളത്. കൈയിന്റെ മുട്ടുവരെ വളയും. ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇന്നലെ കഴിഞ്ഞ മാതിരിയാ തോന്നണത്. അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? 5 കൊല്ലം കൊണ്ട് നാമാവശേഷമായി. ഭാഗം വെച്ചപ്പോ മധ്യസ്ഥനായി വന്നത് വേണ്ടർ നരസിംഹ അയ്യരായിരുന്നു. സ്വാമി ഒരു കപ്പങ്ങട് കപ്പി, സ്വാഹ. ബാക്കിയുള്ളവർക്ക് ഒന്നുമില്ല. സ്വാമിയുടെ മക്കള് ഇപ്പോൾ കോയമ്പത്തൂർ മില്ലും ഫാക്ടറിയും വെച്ചിരിക്കണത് ഞങ്ങളുടെ തറവാട്ട് സ്വത്തുകൊണ്ടാ. അങ്ങനെ എത്രയോ തറവാടുകൾ. അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇല്ലില്ല, പറഞ്ഞു എന്ന് മാത്രം. എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യസന്ധരും വിശ്വസ്തരുമായ ഒരാളെ വേണം ഏൽപ്പിക്കാനെന്ന് പറയാനേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മിസ്റ്റർ ഉണ്ണിയെപ്പോലെ പറ്റിയ ആള് വേറെയില്ല. ഉണ്ണിയുടെ ഇന്റഗ്രിറ്റിയും ഇമ്പാർഷ്യാലിറ്റിയും ഞങ്ങൾക്കൊക്കെ ബോധ്യമാണ്. ഓപ്പളക്കും ഭാസിക്കുമായിരുന്നു ഇടയ്ക്കെങ്കിലും ഇത്തിരി ശങ്ക. ഇപ്പൊ അതുമില്ല. ശങ്കുണ്ണി നായർ ഒന്ന് നിർത്തി. അത് മനഃപൂർവ്വമാണെന്ന് തോന്നി. വെള്ളം ചേർക്കാത്ത മുസ്തുതിയാണ് തട്ടിമൂളിക്കുന്നത്. അതിൽ താൻ അലിഞ്ഞു പോകുമെന്നായിരിക്കും ശങ്കുണ്ണി നായരുടെ ധാരണ. അങ്ങനെ ധരിക്കാനും മാത്രം വിഡ്ഢിയാണോ മൂപ്പര്? ആണെന്ന് തോന്നുന്നില്ല. കൂട്ടത്തിൽ സരസ്വതിയമ്മയ്ക്കെതിരെ ചില മുള്ളുകളുമുണ്ട്. അതിന്റെ ഉദ്ദേശ്യം അല്ല. ഓപ്പളും ഭാസിയും ഇത്തിരി ശങ്കിച്ചതിൽ കുറ്റം പറഞ്ഞുകൂടാ. മിസ്റ്റർ ഉണ്ണിയെ ഞാൻ അറിയണത് പോലെ അവരറിയില്ലല്ലോ. അത് മാത്രമല്ല, മിസ്റ്റർ ഉണ്ണി വേലുവേട്ടൻ്റെ അവിടെ നിത്യനാണ്. ശ്രീധരന്റെ ഫ്രണ്ട് എന്ന് വെച്ചാൽ ക്ലോസ് ഫ്രണ്ടാണ്. അതൊക്കെ നോക്കുമ്പോൾ അവർ സംശയിച്ചതിൽ അത്ഭുതമില്ല. പക്ഷേ ഞാൻ ഓപ്പോളോട് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു, അങ്ങനെ യാതൊരു സംശയത്തിനും കാരണമില്ല, അടിസ്ഥാനമില്ല. തെറ്റിദ്ധാരണ വല്ലതും ഉണ്ടെങ്കിൽ അത് അബദ്ധമാണെന്ന്. കേട്ടോ മിസ്റ്റർ ഉണ്ണി, എനിക്കൊരു കാര്യമുണ്ട്. ഐ ഗീവ് ക്രെഡിറ്റ് വേർ ഇറ്റ് ഈസ് ഡ്യൂ. ഉണ്ണി ചുണ്ടത്തുണ്ടായിരുന്ന വരണ്ട പുഞ്ചിരി നിലനിർത്തുക മാത്രം ചെയ്തു. എന്താണ് ഇതിന്റെ എല്ലാം പിറകിലുള്ളതെന്ന് പിടികിട്ടുന്നില്ല. സൂക്ഷിക്കണം. പക്ഷെ പ്രധാന കൺസിഡറേഷൻ അതൊന്നുമല്ല. വേലുവേട്ടന് വിശ്വാസമുള്ള ആളാവണമല്ലോ. അക്കാര്യത്തില് ഉണ്ണിയെ പോലെ വേറെ ആരുമില്ല. ആര് പറഞ്ഞാലും പൊടിക്ക് കേൾക്കണ കൂട്ടത്തിലല്ല വേലുവേട്ടൻ, എല്ലാവർക്കും അറിയാം. പക്ഷേ മിസ്റ്റർ ഉണ്ണി പറഞ്ഞാൽ ഒരിക്കലും തള്ളിക്കളയില്ല. അതും എല്ലാവർക്കും അറിയാം. അത് തെറ്റിദ്ധാരണയാണ്. എന്ത് തെറ്റിദ്ധാരണ? ഒരു തെറ്റിദ്ധാരണയില്ല. പരക്കെ അറിയാവുന്ന കാര്യമാണ്. ആരെങ്കിലും ഒരാൾ പറഞ്ഞത് വേലുവേട്ടൻ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ആള് മിസ്റ്റർ ഉണ്ണിയാണ്. മിസ്റ്റർ ഉണ്ണി പറഞ്ഞാൽ വേലുവേട്ടൻ കേൾക്കില്ല എന്ന് പറയണത് വെറും വിനയമാണ്. ഇവിടെ വിനയത്തിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. മിസ്റ്റർ കുറുപ്പിന്റെ ബുദ്ധിശക്തിക്കും തൻ്റെ ഇടത്തിനും ഇപ്പോഴും ഒരു കുറവുമില്ല. സ്വന്തമായി ആലോചിച്ചിട്ടാണ് ഓരോന്നും തീരുമാനിക്കുന്നത്. എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനൊരു അഭിപ്രായം പറയും, അത്രയേ ഉള്ളൂ. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ശങ്കുണ്ണി നായർ ചിരിച്ചു. പക്ഷേ ഞങ്ങൾ മിസ്റ്റർ ഉണ്ണിയെ അത്ര എളുപ്പത്തിൽ വിടാനൊന്നും പോണില്ല. ഇക്കാര്യം ഏറ്റെടുത്ത് നടത്തിത്തരണം. അല്ല, ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ധാരണ. അതിൻ്റെ അപ്പുറത്തുള്ളതേ ആലോചിക്കേണ്ടു. അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വെച്ചിട്ടാ ഞാൻ വന്നത് തന്നെ. അതിനപ്പുറം എന്താ? എങ്ങനെയാ? ഇതൊക്കെ വേണ്ടതെന്നൊരു ധാരണ വേണമല്ലോ.
അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല മിസ്റ്റർ ഉണ്ണിയോടെന്നാണ് കരണം പറഞ്ഞത്. ആ ഭാഗത്തേക്കൊന്നും കടന്നതേയില്ല, കടക്കാൻ ഞാൻ അനുവദിച്ചതുമില്ല. ഞാൻ പറഞ്ഞില്ലേ, മിസ്റ്റർ കുറുപ്പിനോടും ശ്രീധരനോടും ഒരു വാക്ക് പറയാമെന്ന് ഞാൻ ഏറ്റു. അവരെന്താ മറുപടി പറയണമെന്ന് അറിയിക്കാമെന്നും. അത് വിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഞാനില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ തയ്യാറുമില്ല. അതിപ്പോ ഇങ്ങനെ ശടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ശങ്കുണ്ണി നായരുടെ പിന്മാറ്റം തന്ത്രപരം മാത്രമായിരുന്നുവെന്ന് തോന്നി. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടി കേൾക്കാൻ വിരോധമില്ലല്ലോ. മനസ്സിലൊരു ധാരണയുണ്ടാവുന്നത് നല്ലതാണല്ലോ. അല്ല, പറയണത് എന്തായാലും ഞാൻ കേൾക്കാം. ഒരു വിരോധവും ഇല്ല. ഉണ്ണി ചിരിച്ചു. ഗുലുമാലിനൊന്നും ഞാനില്ലാന്നേ ഉള്ളൂ. ഗുലുമാലൊന്നും ഇല്ലാന്നേ. ചില കാര്യങ്ങളൊക്കെ ചോദിച്ച അഭിപ്രായം അറിയാലോ. അഭിപ്രായം ചോദിക്കണ്ട. ഒരു തരത്തിലും പിടിതരില്ല അല്ലേ? ശങ്കുണ്ണി നായർ ചിരിച്ചു. ആ പഴയ മിസ്റ്റർ ഉണ്ണി തന്നെയാണ് ഇപ്പോഴും. പോട്ടെ, അഭിപ്രായം പറയണ്ട. എനിക്ക് പറയാനുള്ളത് പറഞ്ഞൂടെ? ധാരാളം. എൻ്റെ ഊണ് കഴിഞ്ഞതാണ്. വിശക്കണത് ശങ്കുണ്ണി നായർക്കായിരിക്കും. ഇത്തിരി വിശന്നാലും തരക്കേടില്ല. മേലാക്കം ഭക്ഷണി കൂടാതെ കഴിഞ്ഞാൽ മതിയല്ലോ. അതിനിപ്പം മിസ്റ്റർ ഉണ്ണിയും കൂടി ഒന്ന് മനസ്സ് വെക്കണം എന്നുള്ള നിലയാണ്. അതുകൊള്ളാം. ഉണ്ണി ഉറക്കെ ചിരിച്ചു. 7 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് ശങ്കുണ്ണി നായർ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് ആർക്കും അറിയില്ലല്ലോ. അതാ എല്ലാവരുടെയും തെറ്റിദ്ധാരണ. പള്ളിയിലെ കാര്യം പടച്ചോനെ അറിയൂ. അത് പോട്ടെ, പറയാനുള്ളത് പറയൂ. പറയാനുള്ളത് ഇത് തന്നെയാണ്. സ്വത്ത് പങ്കുവയ്ക്കുമ്പോൾ മണിക്കുട്ടിയുടെയും കുട്ടികളുടെയും കാര്യം കൂടി നോക്കണമല്ലോ. അവൾക്ക് അങ്ങനെയൊരു വിചാരമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ശ്രദ്ധിക്കേണ്ടി വരണത്. അല്ലെങ്കിൽ ഞാനിതിലൊന്നും ഇടപെടാൻ വരില്ല. പിന്നെ ആ ചെക്കനും ഭാസിയെ സ്വൈരം കെടുത്തിയിട്ടൊരു നിവർത്തിയില്ല. അവനാണെങ്കിൽ ഒട്ടും ക്ഷമയില്ല. വേലുവേട്ടൻ ഓസ്യത്ത് എഴുതുന്നുണ്ട്. അതിനുള്ള കടലാസുകളൊക്കെ മിസ്റ്റർ ഉണ്ണിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ എന്തെങ്കിലും എഴുതണതിന് മുമ്പ് കുട്ടമ്മാവൻ വേണ്ടത് ചെയ്യണം എന്നൊക്കെ ഒറ്റപ്പെടുത്താം. ശരി, ഞാൻ മിസ്റ്റർ ഉണ്ണിയോട് ചോദിക്കട്ടെ എന്നും പറഞ്ഞു. ആഹാ, ഉച്ചയുടെ വാല് സഞ്ചിയിൽ നിന്ന് പുറത്ത് കണ്ടു തുടങ്ങി. ഉണ്ണി ഉള്ളിലൊന്ന് ചിരിച്ചു. ഈ നേരത്തെ കാണാൻ വന്നതിൻ്റെ കാരണം ഏതാണ്ട് പിടികിട്ടി തുടങ്ങി. ഓസ്യത്തിനെ പറ്റി എന്തെങ്കിലും അറിയാമെന്ന് കരുതി ചൂണ്ടയിടുകയാണ്. അത് കയ്യിലിരിക്കട്ടെ. കള്ളക്കോല് കാണിച്ചാൽ അതിന് മറുകോല് ഇവിടെ ഉണ്ട് മൂപ്പരേ. അപ്പോ ഫാസി അച്ഛനെ കൊണ്ട് വേലുക്കുറുപ്പിനോട് പറയിച്ചത് മിസ്റ്റർ ശങ്കുണ്ണി നായർ അറിഞ്ഞില്ലേ? അതുവോ? എപ്പോ? ശങ്കുണ്ണി നായർ നെറ്റിച്ചൊടിച്ചു. പഴയ കാര്യമാണോ പറയണത്? അല്ല, ഇന്ന് നടന്ന സംഭവമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കുന്നേ ഞാൻ വിചാരിച്ചത്. ഡോക്ടറുടെ അവിടെ പോയിരുന്നില്ലേ? ഇല്ല, ഞാൻ കെയിൽ നിന്ന് വന്ന വഴിക്ക് റെസ്റ്റ് ഹൗസിൽ കയറിയതാണ്. ഭാസിയെ കണ്ടിട്ട് അവനൊന്നും പറഞ്ഞില്ലല്ലോ. ഭാസി അറിഞ്ഞിട്ടില്ലായിരിക്കും. സന്ധ്യയ്ക്ക് ശേഷമാണ് ഡോക്ടർ ചേട്ടനെ പോയി കണ്ടത്. എന്നിട്ട് എന്തുണ്ടായി? ശങ്കുണ്ണി നായരുടെ മുഖത്ത് ജാള്യതയും ഉത്കണ്ഠയും നിഴലിച്ചിരുന്നു. വേലുവേട്ടൻ എന്തു പറഞ്ഞു? അതെനിക്കറിഞ്ഞൂടാ. ഡോക്ടർ ഏട്ടനെ പോയി കണ്ടോ? ഇക്കാര്യം സംസാരിച്ച് അത്രയും എനിക്കറിയാം. സുഭദ്രമ്മയാണ് പറഞ്ഞത്. ഞാൻ വിസ്തരിച്ചൊന്നും ചോദിച്ചില്ല. ഓ, ഐ സി. ഓർക്കാപ്പുറത്ത് മൂക്കത്തടി കിട്ടിയ ഭാവമായിരുന്നു ശങ്കുണ്ണി നായരുടെ മുഖത്ത്. അത് കണ്ടപ്പോൾ ഉള്ളിലൽപ്പം രസം തോന്നി. ഓഹോ, അത് ഞാൻ അറിഞ്ഞില്ല. ശങ്കുണ്ണി നായർ തലയാട്ടി. പെട്ടെന്ന് തന്നെ നിവർന്നിരുന്നുകൊണ്ട് പറഞ്ഞു, രാവുണ്ണിയേട്ടൻ പറഞ്ഞതുകൊണ്ട് ഫലമുണ്ടാവുകയാണെങ്കിൽ ആവട്ടെ. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മാറ്റർ. ഞാൻ പറയാൻ കൊണ്ടുവന്നത് വേറെ ചില കാര്യങ്ങളാണ്. അത് പറഞ്ഞില്ലല്ലോ. ഫാസി പറഞ്ഞത് ശരിയാണെങ്കിലേ, എന്ന് വെച്ചാൽ ഓസ്യത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതേ. ശങ്കുണ്ണി നായർ ഒന്ന് നിർത്തി. പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ തുടർന്നു. അതിനേക്കാൾ നല്ലത് ഓസ്യത്തിലുള്ള പ്രകാരം ഇപ്പോഴേ ഓരോരുത്തർക്കും പിരിച്ചു കൊടുക്കുകയല്ലേ. പിന്നീട് ഓസ്യത്തിന്റെ പേരിൽ തർക്കത്തിന് വഴിയുണ്ടാവില്ലല്ലോ. മറുപടി പറഞ്ഞില്ല. മുഖത്ത് തികഞ്ഞ നിർവികാരത വരുത്തി കല്ലുപോലെ ഇരുന്നു. തെറ്റിദ്ധരിക്കണ്ട. ഇന്നാൾക്ക് ഇന്നത് കൊടുക്കണം ഇന്നത് കൊടുക്കരുതെന്നൊന്നും പറയാനല്ല എൻ്റെ പുറപ്പാട് കേട്ടോ. സ്വത്ത് വേലുവേട്ടൻ സമ്പാദിച്ചതാണ്. വേലുവേട്ടൻ്റെ ഇഷ്ടം പോലെ എഴുതി വെക്കുകയും ചെയ്യാം. അതിന് തർക്കില്ല. പക്ഷേ വേണ്ടപ്പെട്ടവർക്കൊക്കെ കുറേശ്ശെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ കൊടുക്കുന്നതല്ലേ നല്ലത്. എന്താ മിസ്റ്റർ ഉണ്ണിയുടെ അഭിപ്രായം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരഭിപ്രായവും പറയില്ല എന്ന്. ഒഴിഞ്ഞുമാറാൻ തന്നെയാണ് ഭാവം. ശങ്കുണ്ണി നായർ ചിരിച്ചു.
ഒരഭിപ്രായം പറഞ്ഞതുകൊണ്ട് ചുമതല ഏറ്റെടുത്തെന്ന് അർത്ഥം വരില്ല മിസ്റ്റർ ഉണ്ണി. താല്പര്യമില്ലാത്ത കാര്യത്തിൽ ഞാനെന്തിനാ അഭിപ്രായം പറയണത്? അത് ശരി തന്നെ. എന്നാലും വഴക്കും വക്കാണോ ഇല്ലാതെ കാര്യങ്ങൾ ഭംഗിയായി കലാശിപ്പിക്കുന്നതിൽ മിസ്റ്റർ ഉണ്ണിക്കും താല്പര്യം ഉണ്ടാവേണ്ടതാണല്ലോ. എന്തിനാ വഴക്കും വക്കാണോ? ആരും കുത്തിച്ചെനക്കാഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അത്ര ഉറപ്പിച്ച് പറയാമോ? വഴക്കുണ്ടാവാൻ അത്ര വലിയ കാരണമൊന്നും വേണ്ടല്ലോ. ഒറ്റ പൊരി വീട്ടേ ചുടും എന്നല്ലേ പ്രമാണം. പൊരി ഉണ്ടെങ്കിലല്ലേ. ആരെങ്കിലും മനഃപൂർവ്വം തീക്കല്ലുരയ്ക്കാതിരുന്നാൽ പൊരിയൊന്നും ഉണ്ടാവില്ല. അബദ്ധത്തിന് സംഭവിക്കാലോ. അബദ്ധത്തിലാണെങ്കിൽ തടുക്കാൻ പറ്റില്ലല്ലോ. എന്നാലും മുൻകരുതലെടുത്തൂടെ? അപകടത്തിന് ചുറ്റുപാടുകളുണ്ട് എന്നറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ചുറ്റുപാടുകളോ? എന്ത് ചുറ്റുപാടുകൾ? ആലോചിച്ചാൽ അറിഞ്ഞൂടെ? ഇവിടെ ഇപ്പോൾ അവകാശികൾ 2 തരത്തിലുള്ളവരാണല്ലോ, രക്തബന്ധം ഉള്ളവരും ഇല്ലാത്തവരും. അതൊരു പ്രശ്നമല്ല. അങ്ങനെ നിസ്സാരാക്കി തള്ളേണ്ട കാര്യമല്ല അത്. ഇപ്പോൾ എല്ലാവരും ഒരു കുടുംബം പോലെയാണ് കഴിയണത്, സംശയമില്ല. മേലാലും അങ്ങനെ തന്നെ ആവണം കഴിയാനും. അതിന് ഏറ്റവും നല്ല വഴി ഫ്യൂച്ചറിൽ ഉരസിലുണ്ടാവാതിരിക്കാനുള്ള ഏർപ്പാടുകൾ ഇപ്പോഴേ ചെയ്യലാണ്. അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ ചുരുക്കം. ഇപ്പോൾ വേണ്ടത് ചെയ്തു വച്ചാൽ പിന്നീട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇല്ലെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല. എന്തിനാ കുഴപ്പം ഉണ്ടാവണത്? ശങ്കുണ്ണി നായർ തന്നെ പറഞ്ഞു, സ്വത്തൊക്കെ വേലുണ്ണിക്കുറുപ്പിൻ്റെയാണ്. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ എഴുതി വെക്കാം. വേണ്ടതുപോലെ ഒരു വില്ല് എഴുതി വെച്ചാൽ ഒരു നിയമത്തിനും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. അതുമല്ല, അദ്ദേഹം എഴുതി വെക്കണത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ലേ ബാക്കിയുള്ളവര്? അതേ സംശയമില്ല. നിയമത്തിന്റെ കാര്യത്തിലൊന്നും മിസ്റ്റർ ഉണ്ണിയോട് തർക്കിക്കാൻ ഞാനില്ല. എന്നാലും ഇങ്ങനെയൊന്ന് ആലോചിച്ചു നോക്കൂ. വേലിയേട്ടൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് എഴുതി വെച്ചു എന്ന് വിചാരിക്കുക. അതെല്ലാവർക്കും സ്വീകാര്യമായില്ല എന്നും വരും. അപ്പം പിന്നെ മുറുമുറുക്കലായി, വഴക്കായി, ചിലപ്പോൾ കേസുമായി എന്ന് വരും. ജയിച്ചാലും ഇല്ലേലും ഏതൊസത്തെ ആയാലും അതുമ്മ പിടിച്ച് കോടതി കയറാലോ ഇല്ലേ? അതോടെ കുടുംബത്തിലെ യോജിപ്പ് തരിപ്പണാവില്ലേ? അതുകൂടാതെ കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വേണ്ട വിധത്തിൽ തയ്യാറാക്കിയ ബില്ലാണെങ്കിൽ അതുമ്മെ പിടിച്ച് കേസെടുക്കാൻ ഒരു വക്കീലും ഉപദേശിക്കില്ല. പിന്നെ വഴക്കടിക്കുകയെ വേണ്ടെന്ന് വെച്ചാൽ ആ മനസ്ഥിതിക്കാർ എപ്പോഴും വഴക്കടിക്കും. ദൂരെയുള്ളവരുടെ ദുര കിട്ടുന്തോറും വർദ്ധിക്കുകയേ ഉള്ളൂ. മനഃപൂർവ്വം പറഞ്ഞതാണ്. പക്ഷേ ശങ്കുണ്ണി നായർ അതിലെ ധ്വനി ശ്രദ്ധിക്കാത്ത മട്ടിലാണ് മറുപടി പറഞ്ഞത്. അതിപ്പോൾ മിസ്റ്റർ ഉണ്ണി പറഞ്ഞതുപോലെ മരുന്നില്ല. പക്ഷേ വഴക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അതിനെ തടുക്കാനുള്ള വഴിയുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിക്കൂടെ എന്നാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ വേലുവേട്ടൻ തൻ്റെ ഇടത്തോടെ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പം തന്നെ എല്ലാം പിരിച്ചു വെച്ചാൽ പിന്നെ ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. അത് ശരിയല്ലേ? ശരിയോ തെറ്റോ, അങ്ങനെ വേണമെങ്കിൽ തന്നെ അത് വേലുണ്ണിക്കുറുപ്പിനും കൂടി തോന്നണ്ടേ? ഇപ്പൊ പറഞ്ഞത് ശരിയാണ്, ശങ്കുണ്ണി നായർ വിജയഭാവത്തിൽ പറഞ്ഞു. അതാണ് മിസ്റ്റർ ഉണ്ണി സഹായിക്കണം എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, മിസ്റ്റർ ഉണ്ണി വിചാരിച്ചാൽ വേലുവേട്ടനെ കൊണ്ട് വേണ്ടത് പറഞ്ഞ് ചെയ്യിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യിച്ചാൽ അതുകൊണ്ട് എല്ലാവർക്കും നന്മയേ വരൂ. വർത്തമാനം പറഞ്ഞ് ശങ്കുണ്ണി നായർ തന്നെ ഒരു മൂലയ്ക്ക് ഒതുക്കിയോ എന്ന് ക്ഷണനേരത്തേക്ക് ആശങ്ക തോന്നി ഉണ്ണിക്ക്. മറുനിമിഷം തന്നെ പോംവഴിയും മനസ്സിലുദിച്ചു. മാധ്യസ്ഥം സാധ്യമല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുല്ലോ. ഇനി ഞാനതിന് ഇറങ്ങി പുറപ്പെടാന്ന് വെക്കുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കുറിപ്പ് അത് സ്വീകരിച്ചു എന്നും വെക്കുക. ബാക്കിയുള്ളവർക്ക് അത് സമ്മതാവും എന്താ ഉറപ്പ്? അപ്പോഴും വഴക്ക് കൂടണം എന്നുള്ളൊരു വഴക്ക് കൂടില്ലേ? വേലുണ്ണിക്കുറുപ്പ് ഇത് വസ്യത്തെ എഴുതിയാൽ അത് സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവര് ഞാൻ പറയണത് സ്വീകരിക്കും എന്താ ഗ്യാരണ്ടി? മിസ്റ്റർ ഉണ്ണി ന്യായമായി ചെയ്യുമെന്ന് ഞങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. വേലുണ്ണിക്കുറുപ്പ് ഓസ്യത്തിൽ ന്യായമായിട്ടല്ല ചെയ്യാന്ന് വിചാരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഞാൻ ന്യായം ചെയ്യുന്നു, കുറുപ്പ് അത് ചെയ്യില്ല എന്നും വിചാരിക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും കാരണം വേണമല്ലോ. അതെന്താ? ഭാസി പുലാവ് നൂറ് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്താന്ന് നോക്കിയാൽ മതിയല്ലോ. വേണ്ട വിധത്തിൽ ചോദിക്കാത്തത് കൊണ്ടും ആയിക്കൂടെ? ഭാസി എടുത്തിച്ചാട്ടക്കാരനാണ്, തിടുക്കക്കാരനാണ് എന്നൊക്കെ ശങ്കുണ്ണി നായർ തന്നെയല്ലേ പറഞ്ഞത്? അത് ശരിയാണ്, അതാ എനിക്കും പേടി. ശങ്കുണ്ണി നായർ ഒന്നുകൂടി മുന്നോട്ടാഞ്ഞിരുന്ന് സ്വകാര്യം പറയുന്ന സ്വരത്തിൽ പറഞ്ഞു. മിസ്റ്റർ ഉണ്ണി, നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, വിചാരിച്ചത് നടന്നിട്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പമുണ്ടാക്കാൻ റെഡിയായിട്ടാണ് ഭാസി നിൽക്കുന്നത്.
ചീനൻ പിൻബലം നൽകാനും തയ്യാറാണ്. അയാൾക്ക് പുലാവ് നൂറിൽ അത്ര ഭ്രമം കയറിയിരിക്കുന്നു. ഞാനൊന്ന് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഭാസിയെ. പക്ഷെ എത്ര തന്നെ നിർത്താനാവും? ഭാസി വിചാരിച്ചാൽ എന്ത് ചെയ്യാനാവും? ചീനന്റെ പിൻബലം ഉണ്ടെങ്കിൽ തന്നെ. ഒന്നും ആയിട്ടല്ല, എന്നാലും ഒരു കലക്കം ഉണ്ടാക്കാലോ. കഥയില്ലായ. അതെ, കഥയില്ലായ തന്നെ. അവന്റെ വിചാരം വഴക്കൊഴിവാക്കാൻ പറ്റില്ല എന്ന് വന്നാൽ എല്ലാവരും പിടിയൊന്ന് അയക്കുന്നാണ്. അയച്ചില്ലെങ്കിൽ കുറെ മാനക്കേട് വരുത്താലോ. കുളം കലക്കി പരുന്നിന് കൊടുക്കുന്ന ബുദ്ധിയാണ്. എന്താ ചെയ്യുക? പക്ഷെ ഒന്ന് ഞാൻ മുറിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്. വഴക്കിനാണ് ഭാവം എന്ന് വെച്ചാൽ ഞാനില്ല. രാവുണ്ണിയേട്ടനോടും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ന്യായമായിട്ടുള്ള വഴിക്ക് നോക്കാം എന്നല്ലാതെ പിള്ളാര് കൊട്ടണ താളത്തിനൊക്കെ നമ്മളെപ്പോലെ ഇരുത്തും വന്നൊരു തുള്ളാൻ പാടുമോ? അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പത്തിനൊന്നും വഴിയില്ലല്ലോ. അത് ശരിയാണ്. പക്ഷേ അതേസമയം മറുഭാഗം കൂടി ആലോചിക്കണ്ടേ? അവന് അങ്ങനെ ഒരു മോഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യണ്ടേ? അവൻ വേലുവേട്ടന്റെ ആരാ? അനിയന്റെ മകൻ. ശ്രീധരനെ പോലെ ഒരു അവകാശം ലീഗൽ അല്ലെങ്കിൽ മോറൽ എന്ന് വെച്ചോളൂ, അവനും ഇല്ലേ? അപ്പൊ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യണം. അവന്റെ കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ആലോചിക്കണം. മണിക്കുട്ടി അതിനും അടുത്തതല്ലേ, സ്വന്തം മരുമകളാണ്. തറവാട്ടിലെ ഒരേ ഒരു പെണ്ണിന്റെ പൊടിപ്പാണ്. അത് അത്ര എളുപ്പം അവഗണിക്കാൻ ഒക്കില്ലല്ലോ. കൃഷ്ണുണ്ണി പുഞ്ചിരി തൂകി. അല്ല, ഇപ്പൊ ന്യായം പറയാണെന്ന് വെച്ചാൽ അവൾക്കും കുട്ടികൾക്കുമാണ് കൂടുതൽ കിട്ടേണ്ടതേ അല്ലേ? വാദത്തിന് വേണ്ടി പറയാണ് കേട്ടോ. വേലുവേട്ടന് രക്തബന്ധം എന്ന് പറയാൻ ആരാ ഉള്ളത്? ഉണ്ണിയേട്ടൻ, ഗംഗാധരൻ, കരുണൻ, മണിക്കുട്ടി, അവളുടെ മക്കള്. ബാക്കിയുള്ളവര് ഉപ്പിലിട്ടത് മാത്രമാണ്. ഉപ്പോളം വരില്ല. അതില് തന്നെ ഗംഗൻ മാർഗം കൂടി പോയി. രാവുണ്ണിയേട്ടനാണെങ്കിൽ ധാരാളം സമ്പാദ്യമുണ്ട്. അല്ലെങ്കിലും വേലുവേട്ടനാണ് പഠിപ്പിച്ചത് മറ്റും. പിന്നെ ധാരാളം സഹായവും ഉണ്ടായിട്ടുണ്ട്, നഴ്സിംഗ് ഹോം തുടങ്ങുമ്പോഴും മറ്റും. അതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ രാവുണ്ണിയേട്ടനെയും ഒഴിച്ചു നിർത്താം. നിർത്തണം എന്നല്ല കേട്ടോ, നിർത്താം വേണമെങ്കിലെന്ന്. കരുണൻ വേലുവേട്ടനായിട്ട് വഴക്കാണ്. അഭിമാനി ആയതുകൊണ്ട് ഒന്നും വാങ്ങിച്ചു എന്നും വരില്ല. എന്നാലും അവനെ കണക്കിലെടുക്കണം. കൊടുക്കേണ്ടത് കൊടുക്കുകയും വേണം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മരുമക്കത്തായ സ്ഥിതിക്ക് പെൺകുട്ടികൾക്കല്ലേ സ്വത്തിന് കൂടുതൽ അവകാശം? തറവാട്ട് സ്വത്തല്ലെങ്കിലും അമ്മാമ്മന് ഭാര്യയും മക്കളും ഇല്ലാത്തപ്പോൾ സ്വാഭാവികമായിട്ടും മരുമകൾക്കല്ലേ നൽകുക. എന്താ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ? ഉണ്ണി യാതൊരു പ്രതികരണവും പ്രകടിപ്പിച്ചില്ല. ഞാൻ അവകാശം പറയല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ആലോചിച്ച ഇതൊക്കെയാണ് അതിൻ്റെ വഴിയെന്ന് മാത്രം. ന്യായം അറിയണ ഒരാൾ നോക്കുമ്പോൾ ഇതൊക്കെ കണക്കിലെടുക്കാതിരിക്കില്ല. ആ നിലയ്ക്ക് പറഞ്ഞേ ഉള്ളൂ. പറയേണ്ടത് പറയണമല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഉള്ളത് ആദ്യമേ വ്യക്തമായി പറഞ്ഞാൽ പിന്നീട് തെറ്റിദ്ധാരണയ്ക്ക് ഇടയില്ലല്ലോ. അത് ശരിയാണ്. പിന്നെ വേറൊന്ന്, ഞാൻ ഒരു ഭാഗമേ പറഞ്ഞുള്ളൂ എന്ന് വിചാരിച്ച് മറുഭാഗത്തെക്കുറിച്ച് എനിക്കൊരു താല്പര്യം ഇല്ല എന്ന് വിചാരിക്കരുത്. ഈ ഭാഗത്ത് ഉള്ളതുപോലെ തന്നെ ആ ഭാഗത്തേക്കും വേണ്ടത് ചെയ്യണം. രക്തബന്ധത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, അതിനായാവില്ല. ഓപ്പോള് മുൻതൂക്കം കൊടുക്കുന്നത് അതിനാണെങ്കിലും സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അതായിരിക്കും മെച്ചം. പക്ഷേ അത്ര സ്വാർത്ഥം പാടില്ലല്ലോ. ചിരി വന്നത് ചുണ്ടത്ത് വിരിയാതിരിക്കാൻ പണിപ്പെട്ടു കൃഷ്ണുണ്ണി. അവനവൻ്റെ കാര്യം നോക്കണം, അത് വേണ്ടത് തന്നെ. പക്ഷെ മറ്റുള്ളവരുടെ ന്യായവും നോക്കാതിരിക്കാൻ പാടില്ലല്ലോ കേട്ടോ മിസ്റ്റർ ഉണ്ണി. ആൾക്കാർ എന്നെക്കുറിച്ച് പലതും പറയും. സ്വാർത്ഥിയാണ്, പിശുക്കനാണ്, കൃത്രിമക്കാരനാണെന്നൊക്കെ പറയണവരുണ്ട്. പറഞ്ഞോട്ടെ. പക്ഷെ ന്യായം വിട്ട് കുട്ടൻ ഇന്നേവരെ ഒന്നും ചെയ്തിട്ടില്ല. അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ളതല്ല. പറ്റിച്ചിട്ടും തട്ടിപ്പറിച്ചിട്ടും ഒരു കാശ് ഞാൻ സമ്പാദിച്ചിട്ടില്ല. ഏത് അമ്പലത്തിന്റെ നടക്കിൽ വേണേലും സത്യം ചെയ്യാം. പിന്നെ സ്വന്തം കാര്യം നോക്കും. അത് നോക്കാഞ്ഞാൽ പറ്റുമോ? വേറെ ആരാ നോക്കുക? അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. അത്രേ ഞാനുള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ കയ്യിലുള്ളതും കൂടി എൻ്റെ പോക്കറ്റിൽ വരണം എന്നൊരാഗ്രഹം എനിക്കില്ല, ഇപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ മറുഭാഗം കൂടി ചിന്തിക്കണത്. ഇത് ഞാൻ എന്താ ഇപ്പം ഇങ്ങനെ പറയണമെന്ന് വെച്ചാൽ, മിസ്റ്റർ ഉണ്ണിക്കും ഒരുപക്ഷെ എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവും. കേൾക്കണതല്ലേ വിശ്വസിക്കാൻ മനുഷ്യൻ. കേൾക്കണത് കണ്ണടച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ, അതെനിക്കറിയാം. എന്നാലും അത് പോട്ടെ. എന്താ പറഞ്ഞുകൊണ്ടോന്നെന്ന് വെച്ചാൽ മറുഭാഗവും ചിന്തിക്കണം. വേലുവെട്ടിന് ഭാര്യയില്ല, കുട്ടികളില്ല. പക്ഷെ ആരാ നോക്കി സംരക്ഷിക്കുന്നത്? ഭദ്ര. അവളെ 1000 കൈകൊണ്ട് തൊഴണം. സ്വന്തം മകളാണെങ്കിൽ ഇങ്ങനെ പാകം നോക്കില്ല. വേലുവെട്ടിനും അവളെന്ന് വെച്ചാൽ പ്രാണനാണ്.
അപ്പോൾ അവൾക്ക് എന്ന് വെച്ചാൽ അവൾക്കും രാജിക്കും സുഖമായിട്ട് കഴിഞ്ഞുകൂടാനുള്ളത് കൊടുക്കണം. ഇത്തിരി ധാരാളം തന്നെ കൊടുക്കണം. പറഞ്ഞു വന്നാലോ, അവൾ ഇപ്പോഴും സ്ഥാനം കൊണ്ട് ഗംഗാധരന്റെ ഭാര്യയാണ്. അതും കണക്കിലെടുക്കണമല്ലോ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ അവൾക്ക് കൊടുക്കണതിന് പുറമെ ഗംഗന്റെ ഓഹരിയും അവൾക്ക് കൊടുക്കണം. എന്താ ഞാൻ പറയണത് ന്യായമല്ലേ? മുഴുവൻ പറയൂ, കേൾക്കട്ടെ. പിന്നെ ശ്രീധരനും സുഖവുമാണ് ഉള്ളത്. അവരെ വളർത്തി വലുതാക്കിയതും പഠിപ്പിച്ചതും ഒക്കെ വേലുവേട്ടനാണ്. രണ്ടാൾക്കും ഇപ്പോൾ നല്ല നിലയാണ് താനും. ആ സ്ഥിതിക്ക് വേലുവേട്ടൻ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. എന്നാലും അവർക്കും ഒരു പങ്ക് കൊടുക്കണം. വയസ്സായിട്ടിരിക്കുന്ന അവരുടെ അമ്മയ്ക്കും. വിശാല ചേച്ചി സ്വയം ഒഴിഞ്ഞു പോയതാണ്. ഇപ്പോൾ സന്യാസിയാണെന്നുള്ളതൊക്കെ ശരി തന്നെ. എന്നാലും കുറേ കാലം വേലുവേട്ടൻ്റെ ഭാര്യയായിട്ടിരുന്നതില്ലേ, അപ്പോൾ കൊടുക്കണം. അത് മക്കള് പങ്കുവെച്ചെടുത്തോട്ടെ, അല്ലെങ്കിൽ ഭദ്രയ്ക്ക് കൊടുത്തോട്ടെ. അത് അവരുടെ ഇഷ്ടം. ശങ്കുണ്ണി നായർ ഒക്കെ ആലോചിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ണി ചിരിച്ചു. അതെന്റെ സ്വഭാവമാണ്. എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ അതിന്റെ എല്ലാ വശവും ആലോചിച്ച് വെക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ അതിങ്ങനെ മനസ്സിൽ കിടന്ന് മറിയും, ദഹിക്കാത്ത മാങ്ങാത്തൊലി പോലെ. അങ്ങനെ ദഹിക്കാത്ത ഒരു കഷ്ണം ഇപ്പോഴും ഉണ്ട് രാവുണ്ണിയേട്ടന്റെ കാര്യം. അതെന്താ കേട്ടോ? ഇതിപ്പോ നമ്മൾ തമ്മിൽ പറയാണ്. ഓപ്പോളുമായിട്ട് ഈ കാര്യത്തിൽ എനിക്ക് ഇത്തിരി അഭിപ്രായ വ്യത്യാസമുണ്ട്. ഓപ്പോളുടെ നോട്ടത്തില് രാവുണ്ണിയേട്ടന് ഇത്തിരി കൂടുതൽ അവകാശം ഉണ്ടെന്നാണ്. അതെന്താ? ഒന്നാമത് നേരെ അനിയൻ. അത്രയും രക്തബന്ധം വേറെ ആർക്കും ഇല്ലല്ലോ. ഓപ്പോള് പറയണതാണ് കേട്ടോ. പിന്നെ ഏട്ടന് ആവശ്യം വന്നപ്പോഴൊക്കെ രാവുണ്ണിയേട്ടൻ ധാരാളം സഹായിച്ചിട്ടുണ്ട്. സ്വാധീന ശക്തി ഉപയോഗിച്ച് ഗവൺമെന്റിൽ നിന്നും പലതും പണ്ട് നേടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വാസ്തവായി കൂടാന്നില്ല. കുറെയൊക്കെ വാസ്തവം ഉണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ പേരിനാണെങ്കിൽ വേലുവേട്ടന്റെ കമ്പനികളിലെ രാവുണ്ണിയേട്ടൻ ഡയറക്ടറാണ്, മേൽനോട്ടുണ്ട്. അതൊക്കെയാണ് ഓപ്പോളുടെ വാദം. അതുകൊണ്ട് ആദ്യം രാവുണ്ണിയേട്ടന് നല്ലൊരു പങ്ക് നീക്കി വെക്കണം, ബാക്കിയുള്ളത് മതി ബാക്കിയുള്ളവർക്ക് എന്നാണ്. ഡോക്ടർ എന്ത് പറഞ്ഞു? രാവുണ്ണിയേട്ടനെ അറിയില്ലേ? യാതൊന്നും ചോദിക്കില്ല, വാങ്ങിക്കില്ല എന്നാണ്. ഇന്നിപ്പോ പോയിട്ട് എന്താ ചോദിച്ചിട്ടുള്ളതെന്ന് ദൈവത്തിനേ അറിയൂ. അതെന്തായാലും ശരി, ഓപ്പോളുടെ നിലപാടിതാണ്. അംബിക ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വത്ത് മുഴുവൻ അവൾക്കല്ലേ കിട്ടുമായിരുന്നത് എന്ന് വരെ പറയും ചിലപ്പോൾ. അതും ശരിയാണ്. അതിപ്പോ എന്താ ചെയ്യാ? യോഗമില്ല. അവളുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നേ ഇല്ലല്ലോ. പക്ഷെ അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോഴത്തെ നിലയ്ക്കല്ലേ ആലോചിക്കാൻ പറ്റൂ. അങ്ങനെ ആലോചിച്ചാൽ ഓപ്പോളുടെ അവകാശബാധ ഇത്തിരി അതിര് കടന്നതാണ്. എന്റെ ഓപ്പോൾ ഉള്ളത് കൊണ്ട് ന്യായം പറയാതിരിക്കാൻ പാടില്ലല്ലോ. ഉണ്ണി പുഞ്ചിരി തൂകി. എന്തൊരു ന്യായസ്ഥൻ. പക്ഷേ ഓപ്പോൾക്ക് അത് പറയുമ്പോ ഒരു വിഷമം. ഇടയ്ക്കിടയ്ക്ക് പറയും, വേലുവേട്ടന് എല്ലാം അംബികയുടെ പേരിൽ എഴുതി വെച്ചിരുന്നതായിരുന്നു. അംബികയ്ക്ക് വേലുവേട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതമായിരുന്നില്ല. വേലുവേട്ടന്റെ കാര്യം വിചാരിച്ച് ഓപ്പോളും രാവുണ്ണിയേട്ടനും നിർബന്ധിച്ച് ചെയ്യിച്ചതാണ്. അതൊക്കെ ആലോചിക്കേണ്ടേന്ന്. അങ്ങനെ ആലോചിച്ചാല് എവിടെയാ അറ്റം? പക്ഷെ ഒന്ന് സമ്മതിക്കണം, ഉപേക്ഷിച്ചു പോയ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാമെന്നുണ്ടെങ്കിൽ മരിച്ചുപോയ ഭാര്യയുടെ സ്വന്തക്കാർക്കും കൊടുക്കേണ്ടതാണ്. അവകാശമായിട്ട് ചോദിക്കാൻ പാടില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതെന്തെങ്കിലും ആവട്ടെ, രാവുണ്ണിയേട്ടനും കുട്ടികൾക്കും കിട്ടണതിൽ എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവൂ. എത്രയെങ്കിലും കിട്ടിക്കോട്ടെ. ദുസ്സാമർത്ഥ്യം പറയരുതെന്നും മാത്രം. എന്താ ശരിയല്ലേ? ദുസ്സാമർത്ഥ്യം എങ്ങനെയായാലും നല്ലതല്ല. പിന്നെ ഓപ്പോൾക്ക് കൊടുക്കണതിന് പുലാവ് നൂറിയും പെടണം എന്നൊരു നിർബന്ധം ഓപ്പോൾക്കുണ്ട്. അത് കിട്ടിയാൽ ഭാസിക്ക് തൃപ്തിയാവും. അവനത് മതിയെന്ന് വെച്ചാൽ അത് മതി. അതത്ര ചെറിയ വസ്തുവൊന്നും അല്ലല്ലോ. 100-100 ഏക്കർ ഇല്ലേ? അത് കടലാസില് വെറും മണലല്ലേ? അത് ഓണംകേറ മൂല പോലെയുള്ള ഒരു തുരുത്തില് ലാൻഡ് വാല്യൂ വളരെ ലോയാണ്. പക്ഷേ ഡെവലപ്മെന്റിന് സാധ്യതയുണ്ടല്ലോ. അതല്ലേ പ്ലാൻ. ചീനൻ പിന്നിൽ കൂടിയിരിക്കുന്നത് അതുകൊണ്ടല്ലേ? അതെ, ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. ശങ്കുണ്ണി നായർ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ, ധാരാളം. ഭാസി എന്തിനാ ഈ ചീനനെ കൂട്ടുപിടിച്ചിട്ടുള്ളത്? കൂട്ടുപിടിക്കാതെ എങ്ങനെയാ? സ്ഥലം ഡെവലപ്പ് ചെയ്യാൻ പണം വേണ്ടേ? പരിചയം വേണ്ടേ? അതിന് ഹോക്ക് തന്നെ വേണോ? ഹോട്ടലും ക്യാസിനോവും തന്നെ വേണോ? അതത്ര നല്ല ഏർപ്പാടാണെന്ന് ശങ്കുണ്ണി നായർക്ക് തോന്നുന്നുണ്ടോ? എന്താപ്പോ അതില്? നല്ല ലാഭമുള്ള ഏർപ്പാടാണ്. 4-5 കൊല്ലം കൊണ്ട് മുതലും പലിശയും ഒക്കെ മുതലാക്കാം. അല്ല, അത്രയും കിട്ടിയില്ലെങ്കിലും വസ്തു തരിച്ചിടണതിൽ ഭേദല്ലേ? തരിശായിട്ടിട്ട് ആർക്കാ ലാഭം? ഇടണത് ഇക്കാലത്ത് കുറ്റകരമല്ലേ? ആൾക്കാർ 1 ഇഞ്ച് സ്ഥലത്തിനു വേണ്ടി മരിക്കാണ്.
അത് ശരി തന്നെയാണ്, ഭൂമി തരിച്ചിടരുത്. പക്ഷേ അത് ഉപയോഗിക്കുന്നത് നല്ല കാര്യത്തിനുമായി കൂടെ? ശ്രീധരൻ പ്ലാനുള്ളത് അറിയാലോ. അറിയാം, സിമെന്റ് ഫാക്ടറി അല്ലേ? അതെ, അല്ലെങ്കിൽ റിഫൈനറി. അതുപോലെ ഭാസിക്ക് പോരായികയൊന്നുമില്ല. പക്ഷേ വീണ്ടും ഇത് നാം തമ്മിൽ മാത്രമാണ് കേട്ടോ. ശ്രീധരന് കൈയുള്ളിടത്തോളം കാലം ഭാസിക്ക് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവൻ്റെ വാദം. അത് സത്യം പറഞ്ഞാൽ ശരിയാണ് താനും. അനുഭവം കൊണ്ട് അറിയാവുന്നതാണല്ലോ. അതൊരു തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കാം. എന്തായാലും അവന് അങ്ങനെ ഒരു ധാരണയുണ്ട്. അത് മാറ്റിയാൽ മാറില്ല. അപ്പം പിന്നെ അത് ആലോചിച്ചിട്ട് കാര്യമില്ല. അല്ല, ഇനിയിപ്പോൾ ഗ്യാസിനാവും ഹോട്ടലും വേണ്ട, ഫാക്ടറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. വസ്തു അവന് കൊടുത്താൽ അപ്പോൾ അവനും ഒരു പിടിവള്ളി ഉണ്ടാവൂല്ലോ. ഏതായാലും അതവന് കൊടുപ്പിച്ചാൽ പിന്നെ ഏത് വഴിക്കാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെവി പിടിച്ച് കൊണ്ടുവന്നോളാം. അതിനുള്ള കഴിവെനിക്കുണ്ട്. ആ കാര്യം മിസ്റ്റർ ഉണ്ണി ഏറ്റാൽ ഇത് ഞാൻ ഏൽക്കാം. എന്താ? ഏൽക്കേണ്ട പ്രശ്നമൊന്നുമില്ലല്ലോ. ഉണ്ണി ചിരിച്ചു. നമ്മൾ വെറുതെ സംസാരിക്കണമെന്നല്ലേ ഉള്ളൂ. വഞ്ചി തിരുനക്കര തന്നെയാണ് അല്ലേ? ശങ്കുണ്ണി നായർ ചിരിയിൽ പങ്കുചേർന്നു. ഏതായാലും എൻ്റെ മനസ്സിലെ ചില ആലോചനകൾ ഉണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞു. ഇങ്ങനെ തന്നെ വേണമെന്നോ ഇതിനൊരു മാറ്റം വരുത്താൻ പാടില്ല എന്നോ ഒന്നും എനിക്ക് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് തോന്നിയാൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ എന്താ ന്യായം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറയാം. അത് ഞാൻ കൺസിഡർ ചെയ്യാം. അത്രേ എനിക്കുള്ളൂ. ന്യായം പോലെ എല്ലാം നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആട്ടെ, നേരം കുറേയായി. പ്രിയയ്ക്ക് ഉറങ്ങേണ്ട സമയം കഴിഞ്ഞു. യെസ്, ശരിയാണ്, നേരം കുറേയായി. ശങ്കുണ്ണി നായർ വാച്ച് നോക്കി. ഗോഡ്, 10 കഴിഞ്ഞു. ഇത്രയും നേരം ഉപദ്രവിച്ചത് ക്ഷമിക്കണം. അത് സാരമില്ല. ഉണ്ണി എഴുന്നേറ്റു. ഡോക്ടർ കുറുപ്പിൻ്റെ അവിടേക്കല്ലേ? എങ്ങനെയാ അങ്ങോട്ടത്തെ ഈ നേരത്ത്? അത്ര നേരമൊന്നും ആയിട്ടില്ലല്ലോ. റെസ്റ്റ് ഹൗസിൽ ചെന്ന് ഫോൺ ചെയ്താൽ അശോകൻ കാറ് കൊണ്ടുവരും. മിസ്റ്റർ ഉണ്ണി എന്താ ഫോൺ വെക്കാത്തത്? ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ. മരക്കോണി ഇറങ്ങി മുറ്റത്തെത്തിയപ്പോൾ ശങ്കുണ്ണി നായർ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, പിന്നെ ഒരു കാര്യം, നമ്മൾ തമ്മിൽ ഈ സംസാരിച്ചത് വേറെ ആരും അറിയണ്ട. കരുണനോ ഓപ്പോളോ ആരും. ഞാൻ പറഞ്ഞതൊക്കെ എൻ്റെ വ്യൂസ് മാത്രമാണ്. ഉള്ളിൽ ശുദ്ധമായതുകൊണ്ട് ഞാനതൊക്കെ പറഞ്ഞേ ഉള്ളൂ. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഞാനാരോടും പറയുന്നില്ല. ശരി, ദെൻ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീളം കുറഞ്ഞ കാലുകൾ നീട്ടി വെച്ച് നടന്നകലെന്ന് ശങ്കുണ്ണി നായരെ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നപ്പോൾ മനസ്സിൽ പറഞ്ഞു, ശുദ്ധൻ, വല്ലാത്തൊരു ശുദ്ധൻ. ഹോ! പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അധ്യായം ഇവിടെ വായിച്ചു കഴിഞ്ഞു. വേഗം വരാം അടുത്ത അധ്യായം കൊണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ പ്ലീസ്. താങ്ക് യു.